But honestly, for the first time, I am actually worried about the photography industry. I think photography as a whole is about to plummet in value. Instagram has completely screwed over the photography community. AI will definitely go through everyone's faces and make sure that their eyes are open. I might want the eyes closed. Eye art is absolutely awesome, and it's also incredibly terrifying. Instagram ruined photography. This is a question that everybody has been thinking about for a long time. Is artificial intelligence killing photography? Photography is dead. Photography का अब कोई future नहीं. Creativity खत्म होती जा रही है. Because recently I've been seeing some AI photography images, and let me tell you, it is terrifying what AI is kicking out at the minute. AI and the capabilities of what we can do as photographers and artists with our photos, with the software that we have, is unreal. I don't even know if I like it. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോളട്ടെ. ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ആൻഡ് ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ ഐ എം ഓപ്പൺ ഫോർ ഡിസ്കഷൻസ്. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളോട് എതിർപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ എതിർപ്പ് നല്ല പച്ചയായ മലയാളത്തിൽ താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾക്കിതിനോട് യോജിപ്പുണ്ടെങ്കിലും രേഖപ്പെടുത്തുക. നിങ്ങൾക്കിതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും രേഖപ്പെടുത്തുക. ഓൾറൈറ്റ്, 4 പോയിന്റുകളാണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഈസ് ഇവോൾവിങ് റാപ്പിഡ്ലി. കഴിഞ്ഞൊരു 10-12 വർഷം കൊണ്ട് ഫോട്ടോഗ്രാഫിയിൽ വന്ന ഒരു റെവല്യൂഷൻ ഭയങ്കരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ക്യാമറ എടുത്ത് Canon 6D ആണ്. ഐ മീൻ 1300D ആയിരുന്നു. അതിനുശേഷം Canon 6D എടുത്തപ്പോൾ അതിൻ്റെ മാക്സിമം ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. അന്ന് ഏറ്റവും കൂടുതൽ സ്പീഡിൽ എടുത്തുകൊണ്ടിരുന്ന Canon 7D, നിക്കോണിൻ്റെ ഏതൊരു ക്യാമറ 1DX Mark II ഒക്കെ ആയിരുന്നു 10, 12, 14 ഫ്രെയിം പെർ സെക്കൻഡ് ആയിരുന്നു. ഇന്ന് ഒരു മിഡ് റേഞ്ച് ക്യാമറയിലുണ്ട് 20 ഫ്രെയിം പെർ സെക്കൻഡ്. Canon R5ലുണ്ട് 20 ഫ്രെയിം പെർ സെക്കൻഡ്. ഈ നിക്കോണിൻ്റെ Z9 100 ഫ്രെയിം പെർ സെക്കൻഡോ 180 ഫ്രെയിം പെർ സെക്കൻഡിനടുത്ത് കണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പം അത്രയും റാപ്പിഡ്ലി ക്യാമറ ടെക്നോളജി ഇവോൾവ് ചെയ്തു. ഇന്ന് ബാക്ക് ഇലുമിനേറ്റർ സെൻസർ ഉണ്ട്, ഇന്ന് ഗ്ലോബൽ ഷട്ടർ ഉണ്ട്, നമുക്കിന്ന് 4K, ഈവൻ ഈ ജസ്റ്റ് ഈ Canonൻ്റെ R5 പോലൊരു കുഞ്ഞു ക്യാമറ നമുക്ക് 8K റോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് എഡിറ്റ് ചെയ്യാനുള്ള ടെക്നോളജി കമ്പ്യൂട്ടർ നമ്മുടെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ക്യാമറ ടെക്നോളജി ഒരു സൈഡിൽ ഭയങ്കരമായി മാറി. അതേസമയത്ത് ക്യാമറ ആസ് എ ബിസിനസ് എന്നുള്ള ഒരു സാധനത്തിന് ഭയങ്കരമായ തട്ടും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാം എന്തുകൊണ്ടാണെന്നുള്ള കാര്യം. പണ്ട് നമ്മുടെ നാട്ടിലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും, ഒരു സ്റ്റുഡിയോ ഉണ്ടാവും. നമ്മൾ ആ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് പോയിട്ടായിരുന്നു വളരെ ചെറിയ ഒരു ഫോട്ടോ വരെ എടുക്കാറ്. ഒരു കുടുംബ ഫോട്ടോ, ഒരു നമുക്ക് നമ്മുടെ വീട്ടിലൊരു കൊച്ചുണ്ടായാലൊരു ഫോട്ടോ, നമ്മുടെ വീട്ടിൽ ചെറിയൊരു ടീ പാർട്ടി വെച്ചാലുള്ള ഫോട്ടോ ഒക്കെ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അയാൾക്ക് അതിനനുസരിച്ചുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു, നാട്ടുകാർക്ക് അയാളുടെ കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടായി കുഴപ്പമില്ലാതെ ബിസിനസ് ചെയ്ത് പോകുന്നു. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. എല്ലാവർക്കും ആർക്കും എപ്പം വേണേലും എങ്ങനെ വേണേലും ഫോട്ടോ എടുക്കാൻ പറ്റും. ഇന്ന് എത്ര പേര് ഒരു കുടുംബ ഫോട്ടോ, ഒരു സിമ്പിൾ കുടുംബ ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് ഒരുങ്ങി പോകുന്നത്? വളരെ കുറവായിരിക്കും. ഞാനൊന്നും ഒരിക്കലും പോയിട്ടില്ല. നമ്മളൊക്കെ നമ്മുടെ കയ്യിലുള്ള ക്യാമറ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ സ്പോണ്ടേനിയസ് ഇൻസ്റ്റൻ്റ്ലി നമ്മൾ എടുക്കുകയാണ്. ഒരു ഫംഗ്ഷൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. അത് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഫോട്ടോഗ്രാഫി ആസ് എ ബിസിനസ് അവിടെ നല്ലൊരു തട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫോട്ടോഗ്രാഫി ആസ് ആൻ ആർട്ട് ട്രെൻഡുകൾ മാറുന്നു. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻഫ്ലുവൻസിൽ അത് മാറുന്നു. സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. പക്ഷേ ഇങ്ങനെ ട്രെൻഡുകൾ മാറി വരുന്നു. അതിനനുസരിച്ച് എല്ലാവരും കൂടെ ഓടുന്നു. വളരെ കുറച്ച് ആൾക്കാരെ ഒരു ട്രൂ ഫോട്ടോഗ്രാഫി പാഷൻ്റെ പുറത്ത് തെറ്റിദ്ധരിക്കപ്പെടാണ്ട്, അതാണ് അതിൻ്റെ പോയിന്റ്. ഇതാണ് ഫോട്ടോഗ്രാഫി, സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഫോട്ടോഗ്രാഫി എന്ന് തെറ്റിദ്ധരിക്കപ്പെടാണ്ട് അവരുടേതായ ഒരു ശൈലി ക്രിയേറ്റ് ചെയ്ത്, ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി എല്ലാവരും മില്യൺസ് ഓഫ് ഫോളോവേഴ്സിൻ്റെ പുറകെയാണ് പോകുന്നത്. സോ ഫോട്ടോഗ്രാഫി ആസ് എൻ ആർട്ടും അവിടെ വലിയൊരു മാറ്റം വന്നു. ആൻഡ് മൈ അനദർ പോയിന്റ് ഈസ് AI ഫോട്ടോഗ്രാഫിനെ ഭയങ്കരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു, ഇനി മാറ്റുകയും ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. പണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോയുടെ ആവശ്യത്തിന് ഒരു ഫോട്ടോ വേണം. ഞാൻ എവിടെയാണ് നോക്കാറ്? സ്റ്റോക്ക് സൈറ്റുകളിലാണ് നോക്കാറ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഫോട്ടോസ് തപ്പിപ്പിടിച്ച് അതിൻ്റെ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നോക്കിയേ, എനിക്ക് എൻ്റെ മനസ്സിലുള്ള ക്രിയേറ്റീവ് ഐഡിയയ്ക്ക് അനുസരിച്ചുള്ളൊരു ഫോട്ടോ എനിക്ക് മിഡ് ജേർണി അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഫെയർഫ്ലൈ പോലത്തെ അല്ലെങ്കിൽ ക്യാൻവയ്ക്കകത്ത് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അടിച്ചു കൊടുത്താൽ AIയുടെ ഹെൽപ്പോട്. നമ്മൾ എടുത്ത ഫോട്ടോനെ നമുക്ക് ഫോട്ടോയ്ക്കകത്ത് ആൾക്കാരെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് വേറെ എടുത്ത് കൊണ്ടുവെക്കാം, നമുക്ക് ജനറേറ്റീവ് എക്സ്പാൻഡ് ചെയ്യാം. നമുക്കുള്ള സാധ്യതകൾ ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കരമാണ്. ഇറ്റ്സ് എൻ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഐ മീൻ AI പെട്ടെന്നുള്ളൊരു സംഭവമായിരുന്നു നമ്മുടെ ഫോട്ടോഗ്രാഫിയെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക്
സ്റ്റോക്ക് ഫോട്ടോ പോലുള്ളൊരു ബിസിനസ്സിന് നമുക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എഡിറ്റിംഗ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നാൽ ഫോട്ടോ എഡിറ്റിംഗ് വളരെ എളുപ്പമായി മാറിയിരിക്കുന്നു. യു ക്യാൻ സെലക്ട് സബ്ജക്റ്റ്. ഒരു വളരെ ബേസിക് ആയിട്ട് ലൈറ്റ് റൂമിനെ കുറിച്ച് ഐഡിയ ഉള്ള ഒരാൾക്ക് അത്യാവശ്യം വേണ്ട എഡിറ്റ് ഒരു ബേസിക് കളർ ഗ്രേഡിങ് കളർ കറക്ഷനും കൊണ്ടുവരാൻ പറ്റും. യു ഡോണ്ട് നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രൊഫഷണൽ എഡിറ്റർ ഫോർ ആ ഒരു ഫോട്ടോ കൊണ്ടുവരാൻ അല്ലേ. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ മേഖലയിലും വലിയൊരു മാറ്റം വന്നു. സോ ഫോട്ടോഗ്രാഫി ആ സച്ച് ഞാനിത് പറയുമ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് നമ്മുടെ 1840-കളിലായിരുന്നു ആദ്യമായിട്ട് ഈ യൂറോപ്പിൽ ഒരു സ്റ്റുഡിയോ വരുന്നത്. അന്നത്തെ കാലത്ത് ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നതിന് വെച്ചാൽ സിൽവർ പ്ലേറ്റിലുള്ള ഒരു കോപ്പർ പ്ലേറ്റിലാണ്, സിൽവർ കോട്ടിങ്ങുള്ള ഒരു കോപ്പർ പ്ലേറ്റിലാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് സോ എക്സ്പെൻസീവ്. അതുകൊണ്ട് സാധാരണക്കാർക്ക് അത് ആക്സസിബിൾ അല്ലായിരുന്നു. പക്ഷേ 1880-ൽ ആദ്യമായിട്ട് ഫിലിം റോൾസ് ഇൻവെൻറ്റ് ചെയ്തു. ഫിലിം റോൾസ് വന്നതിന് ശേഷം ആർക്കും എപ്പം വേണമെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അതുകൊണ്ട് എവിടെയാണ് തട്ട് കിട്ടിയത് പെയിൻറ്റിങ് എന്നുള്ളൊരു ആർട്ട് ഫോമാണ്. കാരണം അതുവരെ പെയിൻറ്റിങ് വാസ് മോർ ഓർ ലെസ് ലൈക്ക് റിയലിസം എന്നുള്ള ഒരു സംഭവത്തിലായിരുന്നു. അതായത് നിങ്ങൾ കാണുന്നതിനെ വളരെ റിയലായിട്ട് വരച്ച് ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്യുക എന്നായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് ആർട്ടിസ്റ്റുകൾക്ക് മനസ്സിലായി ഫോട്ടോഗ്രാഫി ഈസ് ഗോണ ടേക്ക് ഓവർ. ആ ഒരു സ്പേസ് ഫോട്ടോഗ്രാഫി വളരെ പെട്ടെന്ന് ടേക്ക് ഓവർ ചെയ്തു. യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഒരു പെയിൻറ്ററിനെ കണ്ട് വർഷങ്ങളോളം എടുത്ത് ഒരു നൊക്ലാച്ചിയുള്ള ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ ബാധകമായിട്ടുണ്ട്, സാധാരണക്കാർക്ക് ബാധകമല്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മുടെ ആർട്ടിസ്റ്റുകൾ, നമ്മുടെ പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ആർട്ട് ഫോമിനെ ഇവോൾവ് ചെയ്യിപ്പിച്ചു. ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവോൾവ് ചെയ്യിപ്പിച്ചു. എന്തിലേക്ക്? ഇംപ്രഷണലിസം എന്ന് പറഞ്ഞ സാധനത്തിലേക്ക്. അവിടെയാണ് മോഡേൺ ആർട്ടുകളൊക്കെ വരുന്നത്. ഇംപ്രഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ ബ്യൂട്ടി ഓറിയൻറ്റഡ്, റിയാലിറ്റിയുമായിട്ട് ബന്ധമില്ല, നമുക്ക് പല ഐഡിയാസ് ബിംബങ്ങളൊക്കെ വെച്ച് കൺവേ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇംപ്രഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതിൻ്റെതായ ഡിമാൻഡ് ഉണ്ടായി. വി ഗോണ ഹാവ് ദ സെയിം സിറ്റുവേഷൻ ഹിയർ. നമുക്കിവിടെ അതേ സിറ്റുവേഷനാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് എയുടെ വരവോടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് ഇഷ്ടമുള്ള രീതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആവശ്യം കുറേ കാര്യങ്ങൾ ഇല്ലാണ്ടായി പോകും. ഇന്ന് 500 ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ലൈറ്റ് റൂമിൽ ഇട്ട് കൊടുത്താൽ, ഇമാജിൻ എ എന്ന് പറഞ്ഞൊരു പ്ലഗിൻ്റെ ഹെൽപ്പോടെ 500-ൽ നിന്നും ആവശ്യമില്ലാത്ത ഫോട്ടോസ് എല്ലാം കളഞ്ഞ് നല്ല ഫോട്ടോസ് എടുത്ത് അതിൻ്റെ ഒന്ന് ക്ലിയർ ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ മുമ്പിൽ തരുന്ന പ്ലഗിൻസ് ഉണ്ട് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് തള്ളിക്കളയേണ്ട. നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ്, നമ്മൾ ആസ് എ ഫോട്ടോഗ്രാഫർ, നമ്മൾ നമ്മുടെ ആർട്ട് ഫോമിനെ ഇവോൾവ് ചെയ്യിപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നു. ദാറ്റ് ബ്രിങ്സ് മീ ടു ദ നെക്സ്റ്റ് പോയിന്റ്. ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് സോഷ്യൽ മീഡിയ. എല്ലാം സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്താവരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ക്രിഞ്ചടിക്കുന്ന ഒരു സംഭവമാണ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്നതിൻ്റെ പേരിൽ നടക്കുന്ന ഒരു സംഭവം. ഐ എം ഓക്കെ വിത്ത് ഇറ്റ്, ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ വിത്ത് ഇറ്റ്, പ്രൊവൈഡഡ് if he is happy in what, I mean, if those people are happy in what they're doing, അവർ ഹാപ്പി ആണെങ്കിൽ ഓക്കെ ഫൈൻ. ബട്ട് വഴി കൂടെ പോകുന്ന ഒരാളെ പിടിച്ചു നിർത്തി കാണാൻ രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുന്നത്, ഇറ്റ്സ് നല്ല ഫോട്ടോ ആണെങ്കിൽ ഓക്കെ, പ്രോപ്പറായിട്ടൊന്ന് എഡിറ്റ് പോലും ചെയ്യേണ്ടത് ഇറ്റ്സ് ഓക്കെ, ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ട്രെൻഡിൻ്റെ പുറത്താണ് ഇതൊക്കെ പോകുന്നത്. ഇത് ഒരുപാട്, ഞാൻ മലയാളം ചാനൽ മാത്രമല്ല പുറത്തും ഒക്കെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഇങ്ങനത്തെ ചാനൽസ്. പക്ഷെ അവരുടെ ഒന്നും വർക്കുകളാരും, നമുക്ക് ആ മൊമെൻ്റ് ഇഷ്ടമാണ് അയാൾ ചെയ്യുന്നത്, അയാളെ കാണിക്കുന്ന പരിപാടി ഇഷ്ടമാണ്, ആ ഫോട്ടോ കണ്ടപ്പോൾ രസം തോന്നി. പക്ഷെ ആ വർക്കുകളൊന്നും നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നില്ല. പക്ഷെ ചില സ്ട്രീറ്റ് ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരിക്കൽ കണ്ടാൽ പിന്നെ മനസ്സിൽ നിന്ന് വിട്ടു പോകാത്ത ചില ഫോട്ടോസ്, ചില ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫീസ്, ചില ആസ്ട്രോ ഫോട്ടോഗ്രാഫീസ്, ചില വെഡിങ് ഫോട്ടോസ് നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് യാദൃശ്യമായിട്ട് എവിടെയും കണ്ടതായിരിക്കും, ബട്ട് സ്റ്റിൽ ഹോൺസ് യു. അത് നിങ്ങൾ പുറകെ പോകും, നിങ്ങളുടെ മനസ്സിൻ്റെ പുറകിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സാധനം. അങ്ങനെയുള്ള വർക്കുകൾ ഇതിനകത്ത് നിന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് അതിനോട് എതിർപ്പുള്ളത്. എനിവേ വാട്ട് എവർ, ഞാൻ നേരത്തെ പറഞ്ഞ അയാൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തോളൂടെ. പക്ഷേ ഒരു മാസ്റ്റർ പീസ് വർക്ക് എന്ന് വിളിക്കാൻ മാത്രം പറ്റില്ല. അപ്പം ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് സോഷ്യൽ മീഡിയ. ഡോണ്ട് ഫോളോ എന്ന് പറയുന്നില്ല. ഞാൻ പറയുക 2 തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നാണ്. ഒന്ന് ഈ ഇമിറ്റേറ്റേഴ്സും, 2 ലെഗേറ്റേഴ്സും. ലെഗേറ്റേഴ്സ് എന്നതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് തോന്നുന്നു. ഇമിറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിമ്പിളി ഇമിറ്റേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ. ലെഗേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു ക്രിയേറ്റ്സ് ദ ലെഗസി. അത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ വർക്കുകൾ ഒരു ലെജൻഡറി വർക്കായിരിക്കും. നമ്മളുടെ പഴയ ചേട്ടന്മാരുണ്ടല്ലോ, ആൻസൽ ആദംസ്, എലിയ ലക്കാടി, പിന്നെ ആരാ ഉള്ളത്, പീറ്റർ ലിക്, അവിടെയൊക്കെ വർക്കൊന്ന് പോയി കണ്ടു നമുക്ക്. അവിടെ ലെഗസി എന്താണെന്ന് കാണാൻ പറ്റും. ഇന്നും ഇൻ്റർനാഷണൽ ഫിലിം എടുക്കുന്ന ആൾക്കാർ വരെ സോണ്ട് സിസ്റ്റം, എക്സ്പോഷനുള്ള സോണ്ട് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൻസൽ ആദം എന്ന് പറഞ്ഞ ലെജൻഡിൻ്റെ സംഭവം നോക്കിയിട്ടാണ്. ഇന്നും സീബ്ര സിസ്റ്റംസും ഫോൾസ് കളറും ഒക്കെ സ്കിൻ കളറിന് ഇത്ര % ബ്രൈറ്റ്നസ് വേണ്ടതെന്ന് പറയുന്നത് അങ്ങേരുണ്ടാക്കി വെച്ച സംഭവമാണ്. അങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫറായിരുന്നു. ഓക്കെ, ഉള്ള വർക്കുകൾ നോക്കണം, ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ ആൻസൽ ആദംസ് എന്നാണ് പേര്. എനിവേ ഹീസ് ലൈക്ക് ദ ടോപ്പ് OG ഓഫ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, ലെഗസി ക്രിയേറ്റ് ചെയ്യുന്ന വർക്കുകൾ ഉണ്ടാക്കുക നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കുകൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കട്ടെ. നിങ്ങൾ ആവരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഗ്രോ ആൻഡ് എൻജോയ് ദ പ്രോസസ്.
ഓക്കെ, ഡോണ്ട് ജമ്പ് ഇൻ ടു കരിയർ ഡിസിഷൻസ്. ലൈക്ക് ഒരുപാട് പേരോട് ചോദിക്കുന്ന കാര്യമാണ്, ചേട്ടാ ഞാൻ ഒരു ഫോട്ടോഗ്രാഫി കരിയർ ആക്കി എടുത്തോട്ടെ എന്ന്. ഞാൻ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല. അവർക്ക് പലരും +2 10ാം ക്ലാസ്സും കഴിഞ്ഞ പിള്ളേരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ +2 കഴിഞ്ഞ അവിടെ ഫോട്ടോഗ്രാഫി എടുത്തു, ഫോട്ടോഗ്രാഫി കരിയർ ആക്കി എടുത്തു, ഒരു ക്യാമറ തട്ടിക്കൂട്ടി, എവിടെയെങ്കിലും ഒരു ലോൺ എടുത്തൊരു സ്റ്റുഡിയോ ഇട്ടു. ഇന്ന് നാട്ടിൽ 70,000-70,000 മുകളിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, കണക്ക് പറയുന്നത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഈ കേരളത്തിൽ. എനിക്ക് അങ്ങനെ കണ്ട് എവിടെയോ വായിച്ചല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ 70,000 പേരുടെക്ക് നിങ്ങളുടെ വർക്കുകൾ, നിങ്ങളെ കണ്ട ആൾക്കാരെ വിളിക്കണമെങ്കിൽ ഇറ്റ്സ് ഗോണ ബി ഹാർഡ്. ഇതൊരു ചൂതാട്ടമാണെന്ന് ഞാൻ പറയുള്ളൂ, ലൈഫ് കൊണ്ടുള്ള ചൂതാട്ടം. ബട്ട് ഓൺ ദ അതർ സൈഡ് ചിന്തിച്ച് നോക്ക്, നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ട്, ഒരു മാസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്കൊരു ജോലിയുണ്ട്. ആ ജോലി ചെയ്തുകൊണ്ട് നല്ല ശമ്പളം വാങ്ങിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ഓഫ് ഡേയ്സിൻ്റെ അന്ന് പുറത്ത് പോയി ഫോട്ടോ എടുത്ത്, ആൻഡ് ഒരു പോയിന്റ് വരും, നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്നുള്ള ശമ്പളവും ഫോട്ടോഗ്രാഫി എന്നുള്ള ജോലിയുടെ ശമ്പളവും ഏകദേശം ഒരേപോലെ ആകുമ്പോൾ ക്വിറ്റ് യുവർ ജോബ് ആൻഡ് ഫോളോ യുവർ ഫോട്ടോഗ്രാഫി. അല്ലാണ്ട് കഷ്ടപ്പെടാണ്ട് നമ്മൾ നേരെ പിറ്റത്തെ ദിവസം ഫോട്ടോഗ്രാഫിയിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്ന് നടക്കില്ല. ഇവിടെ ആൾക്കാർ പട്ടിണിയില്ല, ഇവിടെ ആൾക്കാർ കഷ്ടപ്പാടില്ല ഫോട്ടോഗ്രാഫേഴ്സ്. അന്നേരം എനിക്കെന്താ അത്ഭുതം പ്രവർത്തനം, അതും ബേസിക്സ് പോലും അറിയത്തില്ലാണ്ടാണ് ആൾക്കാർ ഈ ചാട്ടം ചാടുന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. എനിവേ, ഞാൻ പറഞ്ഞത് എൻജോയ് ദ പ്രോസസ്സ്. ഫോട്ടോഗ്രാഫി എൻജോയ് ചെയ്യുക. നിങ്ങൾ വേറെ കരിയർ ചെയ്യേ, കൂടെ ഇതും എൻജോയ് ചെയ്യും. അതാണ് എൻ്റെ ഒരു പോളിസി. പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്രോസസ്സ് എൻജോയ് ചെയ്യുക, ഫോട്ടോ എടുക്കുന്നത്, യാത്ര ചെയ്യുന്നത്, നല്ല വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുക. ആ വർക്കുകൾ കാണുമ്പോൾ ആൾക്കാരോട് ചോദിക്കും, ഈ ഫോട്ടോ സെയിൽ ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഫംഗ്ഷൻ കവർ ചെയ്യുമോ, എൻ്റെ വെഡ്ഡിങ് കവർ ചെയ്യുമോ. നിങ്ങൾക്ക് കുഴപ്പമില്ല, അവർ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും, കാരണം നിങ്ങൾക്ക് വേറൊരു ജോലിയുണ്ട്, നിങ്ങൾ ശമ്പളം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തെ നോക്കുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. എനിവേ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ലേൺ ദ ബേസിക്സ്. ഇത് ഞാൻ പറയാനുള്ളൊരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമൻസ് ആണെന്നറിയാം, ചേട്ടാ ഏറ്റവും നല്ല ക്യാമറ വേണം. അപ്പോൾ ഞാൻ ചോദിക്കും, മോനെ ബഡ്ജറ്റ് പറ. 50,000 രൂപ അല്ലെ 1,00,000 രൂപയ്ക്ക് താഴെ. അപ്പോൾ ഏറ്റവും നല്ല ക്യാമറ 1,00,000 രൂപയ്ക്ക് താഴെ. അപ്പോൾ ഞാൻ ചോദിക്കും, മോൻ എന്താ എടുക്കേണ്ട, ഫോട്ടോ ആണോ വീഡിയോ ആണോ? എനിക്ക് 4K എടുക്കണം, എനിക്ക് ഫോട്ടോ എടുക്കണം, എനിക്ക് വൈൽഡ് ലൈഫ്. ഇതിൻ്റെ ഒരു നീണ്ട കണക്കുണ്ടാവും. ഞാൻ കളിയാക്കി പറയുന്നതല്ല, പക്ഷേ ബേസിക്സ് അറിയത്തില്ലാണ്ട് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഒരു ഡോക്ടറും 4th ഇയർ അല്ലെ ഫൈനൽ ഇയർ പഠിച്ചിട്ടല്ല ഡോക്ടറാണ്. അവർ ആ 1ാം ക്ലാസ് പോലും പഠിച്ചതിൻ്റെ ബേസ് ഉണ്ട്. നമ്മൾ 1ാം ക്ലാസ് പോലും പഠിക്കാണ്ട് നേരെ കാനോൻ്റെ R3 അല്ലെങ്കിൽ സോണി Alpha 1 നിക്കോൺ Z9 ഒക്കെ വാങ്ങിച്ച് കടം കയറ്റി വെച്ചിട്ട് നമുക്കത് എടുക്കേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ലോഗ് ഫയൽ എന്താണ്? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കോഡെക് എന്ന് പറഞ്ഞാൽ എന്താണ്? CODEC കോഡെക്. റെസൊല്യൂഷൻ എന്താണ്? പിക്സൽസ് എന്താണ്? FPS എന്താണ്? 180 ഷട്ടർ റൂൾ എന്താണ്? 500 റൂൾ എന്താണ്? പിന്നെന്താ 300 റൂൾ എന്താണ്? ഇങ്ങനെ വാട്ട് ഈസ് നോയിസ് ടു സിഗ്നൽ റേഷ്യോ? ഞാൻ പറയാനുള്ള എനിക്ക് ഒരുപാടുണ്ട്. വീഡിയോഗ്രാഫിയുടെയും ഫോട്ടോഗ്രാഫിയുടെയും വളരെ തുടക്കക്കാർക്ക് 1ാം ക്ലാസ്സിൽ LKGയിലെ സംഭവമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇതൊന്നും അറിയത്തില്ലാണ്ട് എനിക്ക് 4K എടുക്കണം. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ അടുത്ത് ലോഗില്ല മോനെ എന്ന് പറയുമ്പോൾ ലോഗ് ചേട്ടാ ലോഗ് എന്നാ? അപ്പോൾ ഞാൻ പറയാം, നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചിട്ട് ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമ്മൾ തന്നെ പഠിക്കാനുണ്ട്, കുത്തിയിരുന്ന് മനസ്സിലാക്കാനുണ്ട്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് പെയിൻ്റ് എടുത്ത് വരയ്ക്കുന്ന പോലെയല്ല. ദർ ആർ സോ മെനി ടെക്നിക്കൽ ടേംസ് ഇൻ ഇറ്റ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നേ, നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. സ്റ്റേ ട്യൂൺഡ്. അപ്പം ലേൺ ദ ബേസിക്സ്, എന്നിട്ട് പണി തുടങ്ങും. അപ്പോൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക ഫോട്ടോഗ്രാഫി. ഓൾറൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ് 2024 തുടങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ എൻജോയ് ദ പ്രോസസ്സ്. അതാണ് ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻജോയ് ദ പ്രോസസ്സ്. ഫോട്ടോഗ്രാഫിയുടെ ആ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യുക ആൻഡ് മേക്ക് ലെജൻഡറി വർക്ക്സ്. അടിപൊളി വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ലേൺ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ബോറടിപ്പിച്ചെങ്കിൽ സോറി. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സഹിച്ചോ. Bye for now. Take care. Peace.